നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നതുവഴി പിതാവ് മഹത്വപ്പെടുന്നു. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവം രൂപം നൽകിയ മനുഷ്യാത്മാക്കളെ തന്നോട് ചേർത്തു നിർത്തുന്നതിനായി ദൈവം പരികൽപ്പന ചെയ്ത സ്നേഹക്കൂദാശയാണ് വിശുദ്ധ കുർബാന. വചനം പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ദൈവസ്നേഹത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും പിറവികൊണ്ട മനുഷ്യാത്മാക്കളെ അവർക്കുമേലുള്ള ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തോളം സ്നേഹത്തിൽ വളർത്തുവാനുതകുന്ന ദൈവിക രഹസ്യമാണ് വിശുദ്ധ കുർബാന. ദിവ്യകാരുണ്യത്തിലൂടെ ദൈവവുമായി ഐക്യം സ്ഥാപിക്കുന്ന ഓരോരുത്തരിലും അവിടുന്ന് അനന്തമായി അനുഗ്രഹങ്ങൾ വർഷിക്കുന്നു. വിശുദ്ധ പീറ്റർ ജൂലിയൻ എയ്മാർഡ് പറയുന്നു, ഈശോ നമുക്കായി ഒരുക്കിയത് ഒരു ദിവ്യകാരുണ്യ അപ്പം മാത്രമല്ല, നമ്മുടെ ജീവിതാന്ത്യം വരെയുള്ള എല്ലാ ദിവസത്തേക്കുമായി ഈ ദിവ്യഭോജ്യം ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവയിൽ ഒന്നുപോലും നഷ്ടപ്പെടുത്താതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. എക്കാലവും മനുഷ്യമക്കളോടൊപ്പം വസിക്കുവാനായി സ്വർഗം വിട്ട് ഭൂമിയിലിറങ്ങിയ ദൈവപുത്രൻ തൻ്റെ സാന്നിധ്യം മനുഷ്യഹൃദയങ്ങളിൽ ഉറപ്പാക്കുന്നതിനായി സ്ഥാപിച്ച സ്നേഹക്കൂദാശയാണ് വിശുദ്ധ കുർബാന. വചനം പറയുന്നു, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ദൈവകരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് യാത്ര ചെയ്യുന്ന ആത്മാക്കൾക്ക് തൻ്റെ സാന്നിധ്യം കൂടാതെയുള്ള ജീവിതം ദുഷ്കരമാണെന്ന് അറിയുന്ന ദൈവം അവൻ്റെ ആത്മീയവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും ഇടപെടുവാൻ സദാ സന്നദ്ധനാണ്. ദിവ്യകാരുണ്യനാഥനോട് ചേർന്ന് ജീവിക്കുക വഴിയായി സന്തോഷത്തിലും സ്നേഹത്തിലും പൂർണ്ണമായ ഒരു ജീവിതം അവിടുന്ന് അവർക്ക് ഉറപ്പു നൽകുന്നു. എൻ്റെ ചാച്ചന് വളരെ ഗൗരവമായ ശ്വാസം മുട്ടൽ രോഗത്തിൽ ഒത്തിരിയേറെ കഷ്ടപ്പെടുകയായിരുന്നു. അദ്ദേഹം ഇതുപോലെ 5 ദിവസം കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഐസിയുവിൽ കിടന്ന് അദ്ദേഹം തന്നെ ഇനി മുന്നോട്ടില്ല എന്നൊരു അവസ്ഥയിൽ എത്തിയിരുന്നു. ഡോക്ടർ ഞങ്ങളെ വിളിച്ച്, മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിനി അധികം പ്രതീക്ഷിക്കേണ്ട, നിങ്ങൾ എന്തും സംഭവിച്ചാലും അത് അക്സെപ്റ്റ് ചെയ്യുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവണം എന്ന് ഡോക്ടർ ഞങ്ങൾ മക്കളോട് പറഞ്ഞു. അപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് തോന്നി ഏതാണ്ട് ചാച്ചൻ്റെ സമയം തീർന്നു. ഞാൻ എൻ്റെ അനുജന്മാരും കൂടി വെളുപ്പിന് 3 മണിക്ക് ഐസിയുവിൽ ചെന്ന് ചാച്ചന് രോഗീലേപനം കൊടുത്തു. അതിനുശേഷം വന്ന് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി. ചാച്ചൻ മെല്ലെ മെല്ലെ അസുഖത്തിൽ നിന്ന് പിന്മാറിപ്പോരുകയും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം എവിടെ പാഴായിപ്പോയതുപോലെ എനിക്ക് തോന്നുകയാണ്. നല്ല ആരോഗ്യമുള്ള ഒരു അവസ്ഥയിലേക്ക് ചാച്ചനിപ്പോൾ മാറിയിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ പള്ളിയുടെ അടുത്ത് ഒരു 12 കിലോമീറ്റർ ദൂരെയാണ് എൻ്റെ വീടുള്ളത്. എല്ലാ ദിവസവും രോഗിയായി കിടന്നപ്പോഴും ഞാൻ ചാച്ചന് വിശുദ്ധ കുർബാന കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അപ്പം ഞാൻ ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ചാച്ചൻ മരുന്നോ ലേപന ഔഷധമോ അല്ല, അവിടുത്തെ വചനമാണ് സുഖപ്പെടുത്തുന്നത് എന്ന
വചനം സത്യമായും എനിക്കറിയാം. വിശുദ്ധ കുർബാന ഭക്ഷിച്ച് മാത്രമാണ് എൻ്റെ ശാസന ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതെന്ന് എനിക്ക് വളരെ നല്ല ബോധ്യമുണ്ട്. കാരണം ഡോക്ടർമാരും അയൽവാസികളും എല്ലാ മനുഷ്യരും തന്നെ എൻ്റെ ശാസൻ മരിച്ചുപോയി എന്ന് തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ്. അപ്പോൾ ഈ ഒരവസ്ഥയിൽ ദിവ്യകാരുണ്യനാഥനോട് പ്രാർത്ഥിച്ചതും വിശുദ്ധ കുർബാന എല്ലാ ദിവസവും സ്വീകരിച്ചതും സൗഖ്യത്തിലേക്ക് വരുവാൻ ഇടയായി എന്നുള്ളത് വളരെ അത്ഭുതമാണ്. ഇന്നെനിക്ക് ഓരോ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴും ജീവനുള്ള ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ചോദിക്കുന്നതെല്ലാം എനിക്ക് നൽകുന്ന എൻ്റെ നല്ല ദൈവം. വിശുദ്ധ 10-ാം പീയൂസ് പാപ്പ പറയുന്നു, ദിവ്യകാരുണ്യ ആരാധന ഏറ്റവും ശ്രേഷ്ഠമാണ്. കാരണം ദിവ്യകാരുണ്യം ദൈവം തന്നെയാണ്. അത് നമ്മുടെ രക്ഷയ്ക്ക് ഏറ്റവും അനുയോജ്യമാണ്. എന്തെന്നാൽ കൃപയുടെ ഉടയവനായ ദൈവമാണ് അവിടെ നമുക്കൊപ്പമായിരിക്കുന്നത്. വിശ്വസിക്കുന്ന ഏവർക്കും ജീവൻ പ്രദാനം ചെയ്യുന്ന ജീവൻ്റെ അപ്പമാണ് ദിവ്യകാരുണ്യം. നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറയുന്ന ദൈവസ്നേഹത്തിൻ്റെ പരമമായ ഉറവിടം ഈ ദിവ്യഭോജ്യമാണ്. തൻ്റെ ശരീരത്തിലൂടെയും രക്തത്തിലൂടെയും മനുഷ്യാത്മാക്കളെ സ്വർഗത്തിൻ്റെ സമ്പന്നതയിലേക്ക് ഉയർത്തുന്ന ഈശോനാഥൻ ഓരോ ഹൃദയങ്ങളിലും വസിച്ചുകൊണ്ട് തൻ്റെ അനന്ത സ്നേഹം ലോകത്തിൽ നിറയ്ക്കുന്നു. ഈ യാഥാർത്ഥ്യം ഹൃദയം കൊണ്ട് ഗ്രഹിക്കുന്ന ഓരോ ജീവിതങ്ങളും ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീർച്ചാലുകളായി മാറുന്നു. ഇതിനോടകം ഞാൻ താമരശ്ശേരി രൂപതയിൽ 3 ദേവാലയങ്ങൾ പണി കഴിപ്പിച്ചു. ഈ 3 ദേവാലയങ്ങളും വളരെ വേഗം ഇതിൻ്റെ പണി തീർക്കുവാനായിട്ട് ദൈവം സാധിച്ചു. ഞാൻ പണിത 3 ഇടവകളും സാമ്പത്തികമായി വലിയ മുന്നോട്ട് നിൽക്കുന്ന ഇടവകളൊന്നുമല്ല. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കാർഷിക മേഖലയിൽ മുഴുവൻ ജനവും ജീവിക്കുന്ന 3 ഇടവകളിലാണ് ഞാൻ ദേവാലയങ്ങൾ പണിതീർത്തത്. അവിടെയൊക്കെ ദിവ്യകാരുണ്യനാഥൻ്റെ ആലയമാണല്ലോ, ആ ഒരു ചിന്തയോടുകൂടിയാണ്, കർത്താവാണല്ലോ ഈ ആലയത്തിൽ വസിക്കുന്നത്, അവിടുത്തെ ആലയമാണല്ലോ പണിയുന്നത് എന്നൊരു ചിന്ത എനിക്കെപ്പോഴും ഉണ്ടായിരുന്നു. ഇവിടെയൊന്നും ഒരു തകരാറും കൂടാതെ, ഒരു കുറവും ഒരു പോരായ്മയും ഇല്ലാതെ ദേവാലയങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് പണി തീർക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്, ദിവ്യകാരുണ്യനാഥൻ്റെ ആ സ്നേഹവും ദിവ്യകാരുണ്യനാഥനോട് നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥതയും വിശ്വസ്തതയും. ഞാനെപ്പോഴും ഓർക്കുന്നൊരു വചനമാണ് സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുവചനത്തിൽ, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന തരത്തിൽ ഒരു ജീവിതം നയിച്ചാൽ തീർച്ചയായും ദൈവവും നമ്മളെ കണക്കിലെടുക്കുകയും മാനിക്കുകയും ഒരു കാര്യത്തിലും കുറവ് വരാതെ ദൈവം കാത്തു പരിപാലിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അതുമാത്രമല്ല, ദിവ്യകാരുണ്യനാഥൻ്റെ സ്നേഹം മാത്രമാണ് ദിവ്യകാരുണ്യനാഥൻ എന്ന് എനിക്ക് ഇന്ന് ഉറച്ച ബോധ്യമുണ്ട്. അതുകൊണ്ട് ആ കർത്താവിൻ്റെ മുമ്പിലല്ലാതെ മറ്റൊരു ജീവിതം ഇല്ല എന്ന് കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ എപ്പോഴും ഏറ്റുപറയാറുണ്ട്. കാരണം ഇനിയും ഒരു ജന്മമുണ്ട് എങ്കിൽ ആ ജന്മവും പൗരോഹിത്യ ജീവിതത്തിലേക്ക് തന്നെ കടന്നു വരുവാനാണ് എൻ്റെ ആഗ്രഹം. കാരണം കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റിയതും ആ തമ്പുരാനെ ഏറ്റവും അടുത്തും ദിവ്യകാരുണ്യനാഥനെ ശുശ്രൂഷിക്കുന്നതുമായ ഒരു ജീവിതാന്തസ്സാണല്ലോ ഈ പൗരോഹിത്യ ജീവിതാന്തസ്. അതുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ കർത്താവ് വിളിച്ചത് എത്രയോ നല്ലത് എന്ന് ഞാൻ എപ്പോഴും ഓർമ്മിക്കാറുണ്ട്. ദിവ്യകാരുണ്യനാഥൻ അനുഗ്രഹിച്ച് വഴി നടത്തുന്ന എൻ്റെ ആഗ്രഹങ്ങൾ മുഴുവൻ, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടത്തിത്തരുന്ന എൻ്റെ നല്ല ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. നല്ലവനായ ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ഈ പ്രേക്ഷകരോടെല്ലാം എനിക്ക് പറയാനുള്ളത്,
ദിവ്യകാരുണ്യനാഥനോട് വിശ്വസ്തത പുലർത്തിയാൽ ജീവിതത്തിൽ ഒരു നാളും തകരാത്ത, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയിലും ചെന്നപ്പെടാത്ത വലിയ അനുഗ്രഹങ്ങൾ, തലമുറകൾ നീളുന്ന അനുഗ്രഹം കർത്താവ് നമുക്ക് തരുമെന്നുള്ളത് 100% ഉറപ്പാണ്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ പ്രാർത്ഥന. സ്നേഹത്തിൻ്റെ തടവുകാരനായ ഈശോയെ, അങ്ങയുടെ അനന്ത സ്നേഹത്തെക്കുറിച്ചും എനിക്കു വേണ്ടി അങ്ങ് സ്വയം ശൂന്യനായതിനെക്കുറിച്ചും ധ്യാനിക്കുമ്പോൾ എൻ്റെ ഇന്ദ്രിയങ്ങൾ നിശ്ചലമാകുന്നു. എൻ്റെ ദുഃഖദുരിതങ്ങൾ അകറ്റുവാനായി മനുഷ്യഭാവനയ്ക്കതീതമായ അങ്ങയുടെ ദൈവീക പ്രഭാവത്തെ മറച്ചുവെച്ചുകൊണ്ട് മനുഷ്യനോളം താഴുവാൻ അങ്ങ് തിരുമനസ്സായി. മഹത്വത്തിൻ്റെ രാജാവേ, എൻ്റെ ആത്മാവിൻ്റെ മൂടുപടം നീക്കുവാനായി അങ്ങയുടെ സൗന്ദര്യത്തെ അങ്ങ് അവഗണിച്ചുവല്ലോ. സ്വർഗത്തിൽ സകല മാലാഖമാരും സ്വർഗീയ ശക്തികളും സദാ അങ്ങയെ ആരാധിക്കുന്നത് ഞാൻ ഉൾക്കണ്ണുകൊണ്ട് ദർശിക്കുന്നു. സ്വർഗീയ വിരുന്നൊരുക്കി നമുക്കായി കാത്തിരിക്കുന്ന ദിവ്യകാരുണ്യനാഥനെ വിസ്മരിച്ചുകൊണ്ട് ആ സ്നേഹവലയത്തിൽ നിന്നും അകന്നു പോകുവാൻ ഇടയായ നിമിഷങ്ങളോർത്ത് നമുക്ക് പശ്ചാത്തപിക്കാം. ദൈവസ്നേഹത്തിൻ്റെ വറ്റാത്ത ഉറവകളായി മാറി ഈ ലോകത്തിൽ സുവിശേഷ പ്രഭ പരത്തുവാൻ നിയോഗിക്കപ്പെട്ടിട്ടും ഈ ലോകത്തിൻ്റേതായി ജീവിച്ച ദിനങ്ങളോർത്ത് ദിവ്യകാരുണ്യനാഥനോട് മാപ്പപേക്ഷിക്കാം. അനന്തമായ സൗഭാഗ്യങ്ങളും നിത്യജീവനും ഉറപ്പു നൽകുന്ന ദൈവത്തിൻ്റെ മഹത്തായ രക്ഷാകര പദ്ധതിയോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ ഹൃദയത്തിൽ വാസമുറപ്പിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം.
is the body of Christ. How beautiful the feet that bring the sound of good news and the love of the King. How beautiful the hands that serve the wine and the bread and the sons of the earth. How beautiful, how beautiful, how beautiful is the body of Christ. മനുഷ്യമക്കളുടെ എല്ലാ കുറവുകളിലും പരിഹാരമാകുവാൻ തക്ക പൂർണ്ണതയുള്ള ആത്മീയ ഭോജ്യമാണ് ദിവ്യകാരുണ്യം. തന്നോടുകൂടെ ആയിരിക്കുവാൻ തീരുമാനമെടുക്കുന്ന സകലരെയും സ്വർഗീയ നന്മകളാൽ നിറച്ച് ദൈവസ്നേഹത്തിൽ ജീവിക്കുവാൻ ദിവ്യകാരുണ്യനാഥൻ കൃപയരുളുന്നു. അതോടൊപ്പം തൻ്റെ അനന്തസ്നേഹത്തിൻ്റെ വാഹകരാകുവാനും സ്വർഗസൗഭാഗ്യങ്ങളിലേക്ക് അനേകരെ കൈപിടിച്ചുയർത്തുവാനും അവരെ അവിടുന്ന് തെരഞ്ഞെടുക്കുന്നു. ചെറുപ്പകാലം മുതൽ വ്യക്തമായ ആത്മീയ ബോധ്യങ്ങളിൽ വളർന്ന് ലോകത്തിന് സത്യദൈവത്തിൻ്റെ ദിവ്യസ്പർശം അനുഭവവേദ്യമാക്കിയ അനേക വിശുദ്ധാത്മാക്കൾ നമുക്ക് മുന്നിൽ മാതൃകകളായുണ്ട്. ലോകത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ ഏറെ നേട്ടങ്ങൾ കരസ്ഥമാക്കിയവരെന്ന് വിലയിരുത്തപ്പെട്ടിട്ടുള്ള അവർ ഓരോരുത്തരും തങ്ങളിലൂടെ ദൈവം പ്രവർത്തിച്ച അത്ഭുത കൃത്യങ്ങളുടെ സാക്ഷ്യം കൂടിയാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തൻ്റെ സ്വപ്നങ്ങൾ പകർന്നു നൽകി ദൈവം വഴി നടത്തിയ ഒരു മഹാനായ ശുശ്രൂഷകൻ. അദ്ദേഹത്തിൻ്റെ ജീവിതം അനേകായിരം ആത്മാക്കളുടെ നിത്യരക്ഷയ്ക്കുതകുന്ന സമർപ്പണത്തിലൂടെ കാൽവരിയിൽ പൂർത്തീകരിക്കപ്പെട്ട മഹായാഗത്തോട് ചേർത്ത് ദൈവം സ്വീകരിച്ചു. ജീവിച്ചിരുന്നപ്പോഴും ശേഷവും അനേകരെ വിശുദ്ധിയിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ ദൈവം ഉപകരണമാക്കിയ ആ പുണ്യാത്മാവാണ് വിശുദ്ധ ഡോൺ ബോസ്കോ. 1815 ആഗസ്റ്റ് മാസം 16-ാം തീയതി ഇറ്റലിയിലെ ബെക്കി എന്ന ഗ്രാമത്തിലായിരുന്നു ജോൺ ബോസ്കോയുടെ ജനനം. പാവപ്പെട്ട കർഷകനായിരുന്ന ഫ്രാൻസിസ്കോയും അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യയായിരുന്ന മാർഗരീത്തയുമായിരുന്നു ജോണിൻ്റെ മാതാപിതാക്കൾ. ഫ്രാൻസിസ്കോയുടെ ആദ്യ ഭാര്യയിലെ പുത്രൻ ഉൾപ്പെടെ അദ്ദേഹത്തിന് 2 ജ്യേഷ്ഠ സഹോദരന്മാർ കൂടി ഉണ്ടായിരുന്നു. ജോൺ ബോസ്കോ ജനിച്ച സമയം ആ ദേശം യുദ്ധക്കെടുതികളും മറ്റും മൂലം ഏറെ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരുന്ന കാലത്തായിരുന്നു. കേവലം 2 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നപ്പോൾ ജോണിന് തൻ്റെ പിതാവിനെ നഷ്ടമായി. തുടർന്നുള്ള കാലം ഭർതൃവിയോഗത്തിൻ്റെ ദുഃഖം തളർത്താത്ത ഹൃദയവുമായി മാർഗരീത്തയാണ് 3 ആൺമക്കളെയും വളർത്തിയത്. തികഞ്ഞൊരു ദൈവവിശ്വാസിയും ഉറച്ച ആത്മീയ ബോധ്യങ്ങൾക്ക് ഉടമയുമായിരുന്ന ആ അമ്മയാണ് ജോൺ ബോസ്കോയിലെ ആത്മീയ മനുഷ്യന് അടിത്തറ പാകിയത്. വളരെ ചെറുപ്പം മുതൽ താനായിരിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുവാനും ചുറ്റും ദൈവിക സാന്നിധ്യം തിരിച്ചറിയുവാനും ജോണിന് കഴിഞ്ഞിരുന്നു. പാവപ്പെട്ടവരുടെയും വേദനിക്കുന്നവരുടെയും മുഖങ്ങളിൽ ദൈവത്തെ തിരിച്ചറിയുവാൻ ജോണിന് പരിശീലനം ലഭിച്ചത് അമ്മയിൽ നിന്നാണ്. ദാരിദ്ര്യത്തിലും
കഷ്ടപ്പാടിൻ്റെ നടുവിലും സഹായം അഭ്യർത്ഥിച്ച് വാതിൽക്കൽ മുട്ടുന്ന ആരെയും മാർഗരീത്ത വെറും കൈയോടെ പറഞ്ഞയച്ചിരുന്നില്ല. അമ്മയുടെ ഈ സ്വഭാവ സവിശേഷതകൾ ജോണിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. ജോൺ ബോസ്കോയുടെ ജീവിതത്തെ ആകമാനം സ്വാധീനിച്ച ഒരനുഭവമുണ്ടാകുന്നത് അദ്ദേഹത്തിൻ്റെ 9-ാം വയസ്സിലാണ്. ആ പ്രായം മുതൽ ദൈവികമായ ചില സ്വപ്നദർശനങ്ങൾ അദ്ദേഹത്തിന് പലപ്പോഴായി ഉണ്ടായിരുന്നു. അന്ന് ഒരു കൂട്ടം പാവപ്പെട്ട കുട്ടികൾ കളികളിൽ ഏർപ്പെട്ടിരിക്കുന്നത് അവൻ സ്വപ്നത്തിൽ കണ്ടു. അവർ കളികൾക്കിടെ വഴക്കുകൂടുകയും ദൈവദൂഷണം പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ടുനിന്ന ജോണിനു മുന്നിൽ രാജകീയ പ്രഭാവത്തോടെ ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ട് അവനോട് സംസാരിച്ചു. വിനയവും സ്നേഹപ്രവൃത്തികളും കൊണ്ട് ഈ സുഹൃത്തുക്കളെ മുഴുവൻ നീ നേടിയെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഉടൻ തന്നെ ദിവ്യത്വം തുളുമ്പുന്ന ഒരു സ്ത്രീരൂപവും പ്രത്യക്ഷപ്പെട്ടു. ശക്തിയും വിനയവും സ്വയം ആർജിക്കണമെന്ന് ആ സ്ത്രീ അവനോട് പറഞ്ഞു. അന്ന് ആദ്യമായി അവനു മുന്നിൽ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ഈശോയും പരിശുദ്ധ അമ്മയും തുടർന്ന് പലപ്പോഴായുള്ള സന്ദേശങ്ങളിലൂടെ ജോണിനെ വഴി നടത്തിക്കൊണ്ടിരുന്നു. പിൽക്കാലത്ത് മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം തനിക്കുണ്ടായിരുന്ന സ്വപ്നദർശനങ്ങൾ ജോൺ എഴുതി സൂക്ഷിച്ചിരുന്നു. ആദ്യകാലങ്ങളിൽ തന്നെ വഴിതെറ്റിയ ബാലന്മാരെ ഈശോയ്ക്കായി നേടുവാനായി ജോൺ ശ്രമിച്ചിരുന്നു. ഒരിക്കൽ ഒരാഘോഷവേളയിൽ കാണുവാനിടയായ ചില മാന്ത്രിക വിദ്യകൾ അവൻ സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ അഭ്യസിക്കുകയും പിന്നീട് പലപ്പോഴും വിദഗ്ധമായി കൂട്ടുകാർക്കിടയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു നിബന്ധന അവൻ വച്ചിരുന്നു. മാജിക്കിന് ശേഷം രാവിലെ ദിവ്യബലിയിൽ ശ്രവിച്ച വചന സന്ദേശം താൻ വിശദീകരിക്കുന്നത് കേൾക്കുകയും ഒപ്പം പ്രാർത്ഥനയിൽ പങ്കുചേരുകയും വേണം. ഇത്തരത്തിൽ ദുർനടപ്പുകാരായ ഏറെ കുട്ടികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ജോണിന് കഴിഞ്ഞു. ഒരു വൈദികനായി മാറിയാൽ ഇത്തരത്തിൽ തനിക്ക് ഏറെ പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന ബോധ്യം അക്കാലത്ത് പരിശുദ്ധാത്മാവ് ആ കൊച്ചു ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ആ ലക്ഷ്യം നേടുന്നതിനായി പഠിക്കുവാനും അവൻ തീരുമാനിച്ചു. എന്നാൽ മൂത്ത ജ്യേഷ്ഠനായിരുന്ന അന്തോണിക്ക് അവൻ്റെ ആഗ്രഹത്തോട് യോജിക്കാനായില്ല. ദുർനടപ്പുകാരനായിരുന്ന അന്തോണി ജോണിൻ്റെ പുസ്തകങ്ങൾ നശിപ്പിക്കുകയും അവനെ പൂട്ടിയിടുകയും ചെയ്തു. ആ കാലത്ത് ജോൺ പരിചയപ്പെട്ട ഫാദർ കൊളോസ അവന് ധൈര്യവും അറിവും പകർന്ന് ശക്തിപ്പെടുത്തി. സ്വഭവനത്തിലെ സാഹചര്യങ്ങൾ കൂടുതൽ മോശമായതോടെ വീട് വിട്ടിറങ്ങിയ ജോൺ കുറേ അകലെയുള്ള ഒരു കൃഷിത്തോട്ടത്തിൽ ജോലിക്കാരനായി ജീവിതം ആരംഭിച്ചു. 3 വർഷത്തോളം തുടർന്ന ആ ജീവിതകാലത്ത് കന്നുകാലികളെ പരിപാലിക്കുന്നതടക്കമുള്ള എല്ലാ ജോലികളും ചെയ്തിരുന്നതിനൊപ്പം മരച്ചുവട്ടിലും മറ്റുമിരുന്ന് പഠിക്കുന്നതും ജോൺ ശീലമാക്കിയിരുന്നു. 15 വയസ്സായപ്പോൾ സ്വഭവനത്തിൽ തിരിച്ചെത്തിയ ജോൺ പഠനം പുനരാരംഭിച്ചതിനൊപ്പം തയ്യൽ ജോലി, കൊല്ലപ്പണി തുടങ്ങിയവയും മറ്റു കുട്ടികൾക്ക് പരിശീലന പരിപാടികളും ചെയ്തിരുന്നു. ബുദ്ധിമാനും വിവേകമതിയുമായിരുന്ന അവൻ്റെ ചുറ്റും സഹപാഠികൾ ഒത്തുകൂടിയിരുന്നു. ആ കാലത്ത് തൻ്റെ കൂട്ടുകാരെ ചേർത്തുകൊണ്ട് ഹാപ്പി ക്ലബ്ബ് ആരംഭിച്ചു. ആ നാളുകളിൽ അഭൂതപൂർവമാം വിധം അനേകം കുട്ടികളെ ജോൺ സ്വാധീനിക്കുകയും നന്മയിൽ വളരുവാൻ പ്രചോദനം പകരുകയും ചെയ്തിരുന്നു. 20 വയസ്സായപ്പോൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ജോൺ കൈക്കൊണ്ടു. 6 വർഷത്തെ പഠനത്തിന് ശേഷം 1841 ജൂൺ 5-ാം തീയതി ടൂറിനിലെ ആർച്ച് ബിഷപ്പ് ഫ്രാൻസോണിയുടെ കൈവയ്പിലൂടെ അദ്ദേഹം പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. പുരോഹിതനായതിനു ശേഷം അദ്ദേഹം ഡോൺ ബോസ്കോ എന്നറിയപ്പെട്ടു. പിന്നീടുള്ള ഡോൺ ബോസ്കോയുടെ ജീവിതം വളരെ വർഷങ്ങൾക്ക് മുൻപ് തീരുമാനിച്ചുറച്ചിരുന്നതുപോലെ തന്നെ വഴിതെറ്റിയവരും
ഉപേക്ഷിക്കപ്പെട്ടവരുമായ ആൺകുട്ടികൾക്കു വേണ്ടി അദ്ദേഹം നീക്കിവച്ചു. ടൂറിനിലെ തെരുവുകളിലൂടെ തന്റെ സഹായം ആവശ്യമുള്ള യുവജനങ്ങളെ അന്വേഷിച്ചിറങ്ങി. വ്യവസായ വിപ്ലവത്തിൻ്റെയും യുദ്ധങ്ങളുടെയും കലാപങ്ങളുടെയുമെല്ലാം അവശേഷിപ്പുകളായി തെരുവുകളിൽ അടിഞ്ഞുകൂടിയിരുന്ന ഒട്ടേറെ യുവാക്കളുടെ ആത്മീയവും ധാർമ്മികവുമായ അവസ്ഥകൾ അദ്ദേഹത്തെ ഞെട്ടിക്കുവാൻ പോന്നതായിരുന്നു. അനേകർ തൊഴിൽ രഹിതരായും എന്തു തിന്മയും ചെയ്യുവാൻ തയ്യാറായും ഉണ്ടായിരുന്നത് തെരുവുകളിൽ ഏറെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. 12-നും 18-നുമിടയിൽ പ്രായമുള്ള ബുദ്ധിമാന്മാരും ആരോഗ്യവാന്മാരുമായ അനേക കൗമാരപ്രായക്കാർ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന കാഴ്ച അദ്ദേഹത്തെ ഏറെ വേദനിപ്പിച്ചു. അക്കാലത്ത് സഭാധികാരികൾക്കും വൈദികർക്കും സാധാരണ മതബോധന സംവിധാനങ്ങൾക്കപ്പുറം ഇത്തരക്കാർക്കു വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞിരുന്നില്ല. ഒരുപക്ഷെ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ തെരുവിലെ അന്ധകാരത്തിൽ വസിക്കുന്ന ഒരു വലിയ സമൂഹത്തെക്കുറിച്ച് ആരും തന്നെ ചിന്തിച്ചിരുന്നുമില്ല. പുതിയ മാർഗങ്ങൾ അവരെ നേടുവാനായി അവലംബിക്കേണ്ടതുണ്ടെന്ന് ഡോൺ ബോസ്കോ മനസ്സിലാക്കി. 1841 ഡിസംബർ 8-ാം തീയതി മുതൽ തനിക്കു മുന്നിലെത്തിയ ഏതാനും യുവാക്കളെ ഒരുമിച്ചുകൂട്ടി ഓറത്തോറിയോ എന്ന ഒരു യൂത്ത് സെന്ററിന് അദ്ദേഹം തുടക്കം കുറിച്ചു. അവിടെ താമസമാക്കിയ മറ്റാശ്രയമില്ലാത്തവർക്ക് തൊഴിൽ കണ്ടെത്തുവാനും അദ്ദേഹം ശ്രമിച്ചു തുടങ്ങി. പല സ്വഭാവക്കാരായ ചെറുപ്പക്കാരെ നല്ല വഴിയെ നടത്തുക എളുപ്പമുള്ള ജോലിയായിരുന്നില്ല. അവരിൽ ചിലർ തുടക്കത്തിൽ തന്നെ പുതപ്പും മറ്റും മോഷ്ടിച്ച് കടന്നുകളയുക പോലുമുണ്ടായി. എങ്കിലും നിരാശനാകാതെ ഡോൺ ബോസ്കോ അവർക്കായി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി. പണമായിരുന്നു ഡോൺ ബോസ്കോ നേരിട്ട പ്രധാന പ്രശ്നങ്ങളിലൊന്ന്. ഏതാണ്ട് അവസാന കാലങ്ങൾ വരെയും സാമ്പത്തിക പ്രതിസന്ധികൾ അദ്ദേഹത്തെ പിന്തുടർന്നു. വലിയ അനേക പദ്ധതികളുടെ ആരംഭം കുറിക്കുവാൻ അദ്ദേഹത്തെ ആദ്യം സഹായിച്ചത് സ്വന്തം അമ്മ തന്നെയായിരുന്നു. തന്റെ ഭവനം അവർ പാവപ്പെട്ട കുട്ടികൾക്കായുള്ള താമസ സ്ഥലമാക്കി മാറ്റുകയും അവരുടെ ചെലവിനായി തന്റെ ആഭരണങ്ങളെല്ലാം പലപ്പോഴായി വിൽക്കുകയും ചെയ്തു. ഡോൺ ബോസ്കോ അഭയം നൽകിയ ആൺകുട്ടികൾ 1852-ൽ 36 ആയിരുന്നത് 1861 ആയപ്പോഴേക്കും 600 ആവുകയും പിൽക്കാലങ്ങളിൽ ഏറെ വർദ്ധിക്കുകയും ചെയ്തു. അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്ന ചില കുട്ടികൾ ക്രമേണ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ സഹായിക്കുവാനും തങ്ങളുടെ ജീവിതവും അനാഥർക്കു വേണ്ടി ചെലവഴിക്കുവാനും നിശ്ചയിച്ചു. അങ്ങനെയാണ് സലേഷ്യൻ സഭ ആരംഭം കുറിക്കുന്നത്. ആ കാലങ്ങളിൽ അന്തേവാസികളായ കുട്ടികൾക്ക് പല സ്ഥലങ്ങളിലായി ഡോൺ ബോസ്കോ തൊഴിൽ കണ്ടെത്തി സ്വയം പര്യാപ്തരാകുവാൻ പരിശീലിപ്പിച്ചിരുന്നു. എന്നാൽ പല തൊഴിലുടമകളും കുട്ടികളോട് മോശമായി പെരുമാറുകയും ദേഹോപദ്രവം പോലും ചെയ്യുകയും ചെയ്തിരുന്നത് പ്രതിസന്ധിയായി തീർന്നു. 1853-ൽ ഡോൺ ബോസ്കോ നിർണായകമായ ഒരു തീരുമാനം കൈക്കൊണ്ടു. ഓറത്തോറിയോട് ചേർന്ന് ചെരുപ്പ് നിർമ്മാണശാലയും തയ്യൽശാലയും തുടങ്ങുകയായിരുന്നു അത്. തുടർന്നങ്ങോട്ട് അനേക തൊഴിൽശാലകളും പരിശീലന കേന്ദ്രങ്ങളും ആരംഭിച്ച് വിപ്ലവം സൃഷ്ടിച്ച ഒരു മഹത് പദ്ധതിയുടെ തുടക്കമായിരുന്നു അത്. അങ്ങനെ സ്വന്തമായി തന്നെ തന്റെ പക്കലെത്തുന്ന കുട്ടികൾക്ക് പരിശീലനം നൽകുവാനും നന്മയിലും സ്വയം പര്യാപ്തതയിലും വളർത്തുവാനും ഡോൺ ബോസ്കോയ്ക്ക് ഒരു വഴി തുറന്നു കിട്ടി. ഡോൺ ബോസ്കോ എന്ന ഒരു വ്യക്തിയിലൂടെ ദൈവം നടത്തിയ ഇടപെടൽ അത്ഭുതകരമായിരുന്നു. ജീവിച്ചിരുന്ന കാലത്ത് തന്നെ 100 കണക്കിന് ബാലന്മാരെയും യുവാക്കളെയും നന്മയിൽ വഴി നടത്തിയ അദ്ദേഹം തുടർന്ന് ഇന്നോളം അനേക ദശലക്ഷം ആത്മാക്കളെ നന്മയിൽ വളർത്തുവാനുതകുന്ന വലിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. സലേഷ്യൻ സഭയിലൂടെ ഇന്ന് ലോകത്തിന് ലഭിക്കുന്ന വലിയ നേട്ടങ്ങൾക്കു പിന്നിൽ അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവ് നൽകിയ ജ്ഞാനത്തിൻ്റെ പിൻബലമുണ്ട്. മാതൃകാപരമായ നേട്ടങ്ങളുടെ
നെറുകയിൽ നിൽക്കുമ്പോഴും എളിമയോടെ ദൈവമഹത്വം പ്രഘോഷിച്ചിരുന്ന ഡോൺ ബോസ്കോയിലൂടെ ഏറെ വിശുദ്ധാത്മാക്കൾ പിറവികൊണ്ടു. ഒരിക്കൽ ഓറത്തോറിയത്തിൽ അന്തേവാസിയായിരുന്ന വിശുദ്ധ ഡൊമിനിക് സാവിയോ മികച്ച ഒരു ഉദാഹരണമാണ്. സലേഷ്യൻ സഭയ്ക്കു പുറമെ ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവിൻ്റെ പെൺമക്കൾ എന്ന പേരിൽ ഒരു സന്യാസിനി സമൂഹവും അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. സാധാരണ വിശ്വാസികൾക്കും കുട്ടികൾക്കുമായി ഏറെ പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ച അദ്ദേഹം മൂല്യാധിഷ്ഠിതമായ ഒരു പ്രത്യേക വിദ്യാഭ്യാസ സംവിധാനത്തിന് തന്നെ രൂപം നൽകി. ദിവ്യകാരുണ്യത്തോടും പരിശുദ്ധ അമ്മയോടുമുള്ള ഭക്തിയിൽ വളരുവാൻ യുവാക്കളെ പ്രചോദിപ്പിച്ചിരുന്ന അദ്ദേഹം അവരെ ഇപ്രകാരം ഉപദേശിക്കുമായിരുന്നു: ഒരു വിശുദ്ധനാകുവാനായി ഈശോയോട് പ്രാർത്ഥിക്കുക. അവിടുത്തേക്ക് മാത്രമേ അത് കഴിയൂ. പതിവായി കുമ്പസാരിക്കുക. കഴിയുമ്പോഴൊക്കെ ദിവ്യകാരുണ്യം സ്വീകരിക്കുക. 1888 ജനുവരി 31 തൻ്റെ 73-ാം വയസ്സിൽ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട അദ്ദേഹത്തെ 1929 വാഴ്ത്തപ്പെട്ടവനായും 1934 പിയൂസ് 11 പാപ്പ വിശുദ്ധനായും പ്രഖ്യാപിച്ചു. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അങ്ങയുടെ അനന്ത സ്നേഹം ലോകത്തിന് പകർന്നു നൽകി അനേകരെ ശക്തിപ്പെടുത്തുന്നതിനായി വിശുദ്ധ ഡോൺ ബോസ്കോയെ പ്രത്യേകമായി തെരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ദുർബലർക്കും പാവപ്പെട്ടവർക്കും ഉപേക്ഷിക്കപ്പെട്ടവർക്കും വേണ്ടി ജീവിതം സമർപ്പിച്ച അദ്ദേഹത്തിൻ്റെ മാതൃക പിന്തുടർന്ന് വേദനിക്കുന്നവർക്ക് മുന്നിൽ അങ്ങയുടെ സ്നേഹം പകരുവാൻ ഞങ്ങൾക്ക് കൃപയരുളയണമേ. ആമേൻ.